ഇത് മിർബാത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. മിർബാത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഓഫീസാണ്. എല്ലാം കൊടിയ മാറി പറക്കുന്നതാണ്. ഒരു ഓഫീസാണ്. പണ്ട് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു എന്താ പറയുക, ചെറിയ എന്താ എന്ന് പറയുക, സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കിട്ടുന്നില്ല, മഴ കിട്ടുന്നില്ല. ഓക്കെ, അല്ലെ ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലൊക്കെ കണ്ടിരുന്നില്ല, അതുപോലെയുള്ള പീരങ്കിയാണ്. അത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കുറച്ച് ബിൽഡിങ് കടലിലേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അത് ഒരു ചെറിയൊരു ഷിപ്പ് യാർഡ് പോലുള്ള ഒരു സംഭവമാണ്. ഇവിടെ ഫിഷറിങ്ങാണ് മെയിനായിട്ട്. ഫിഷിങ്ങാണ് വരുന്നത്. ഇവിടെ ചെറിയ തോതിൽ തിരകൾ കുറവുണ്ട്. അതായത് ജനിച്ചു വളർന്നു. ഇവിടെ 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 ഒരു സംഭവമുണ്ട്, ആ കാണുന്നുണ്ട്. അത് സാഹിബുൽ മിർബാത്ത് എന്ന് പറയുന്ന ഒരാളുടെ പേരാണ് ഈ മിർബാത്ത് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ സവിശേഷത. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന വീടുകളാണ് ആ കാണുന്നത്. ഒരു ചെറിയ മുനാരങ്ങൾ. അത് അദ്ദേഹം അവിടെയാണ് താമസിക്കുന്നത്. മാത്രമല്ല ദർസ് സമ്പ്രദായം ഇവിടെ നിന്നൊക്കെയാണ് തുടക്കം വന്നിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ദർസ് ഉണ്ടായിരുന്നു, പള്ളിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ തുടക്കം കുറിച്ച സ്ഥലമാണ്. വളരെ പുരാതനമായ ഒരു സ്ഥലമാണ്. 700 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പുള്ള ഒരു ചെറിയൊരു പട്ടണമാണ് അന്നത്തെ കാലത്ത്. പിന്നെ അതിനെ കുറച്ചൊക്കെ നവീകരിച്ച് പുതിയ ഇതൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഇവിടെ മെയിനായിട്ട് മുസൽമാന്മാരാണ് ഇവിടെ കൂടുതലുള്ളത്. മീൻപിടുത്തക്കാർ, വിവിധ ആൾക്കാരൊക്കെ ഇവിടെ മീൻപിടുത്തക്കാരാണ്. ഇവിടെ തിര ലേശം കുറവുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ ഇവിടെയും കുളിക്കാൻ ഇപ്പോൾ അനുവാദം കൊടുക്കുന്നില്ല. ഇതാണ് മിർബാത്ത് കടലെടുപ്പ് എന്ന് പറഞ്ഞത്. അവിടെ മലയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ. ഇതൊക്കെ പൗരാണിക സ്ഥലം എന്നുള്ളതിലുപരി ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു വെക്കേഷനൊക്കെ ആയിട്ട് അവിടെ കണ്ടുപിടിക്കുന്നത്. ഇവിടെയൊക്കെ കണ്ടമാനം ടൂറിസ്റ്റുകൾ വന്നു കൂടുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഹെറിറ്റേജ് ബിൽഡിങ്ങും മറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറം ആ ഭാഗത്തേക്കൊക്കെ ഹെറിറ്റേജ് ബിൽഡിങ്ങും മറ്റുള്ളതൊക്കെ ഉണ്ട്. ഇവിടെ അപ്പുറത്താണ് വലിയ കാണാൻ പറ്റില്ല, ഇവിടെ പോകുമ്പോൾ കാണാം. ഓക്കെ, ഇവിടെ പുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മിർബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു മഹാൻ വന്ന് താമസിച്ച ഒരു പട്ടണമാണ്. അദ്ദേഹം ഇവിടെ ഖുർആനികമായിട്ട് വളരെയധികം പാണ്ഡിത്യം നേടിയ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നതും. ഇവിടെയാണ് പണ്ട് മുതൽക്കേ ഇവിടെ ഖുർആൻ പരിജ്ഞാനം ഏർപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കബറിടം ഇവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ പോരുമ്പോൾ കണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മൂടൽമഞ്ഞിൽ അതൊക്കെ മൂടി കിടക്കുക. അതിന് വേറൊരു ദിവസം വരണം. ഓക്കെ.